ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വെള്ളയപ്പം ആണ്. ഈസ്റ്റോ അപ്പക്കാരമോ ഒന്നും ചേർക്കാതെ തന്നെ നാടൻ രീതിയിൽ തയ്യാറാക്കുന്ന വെള്ളയപ്പം. ആദ്യമായി നമുക്ക് 2 ഗ്ലാസ് അരി പച്ചരി കഴുകി വൃത്തിയാക്കി കുതിരാൻ വയ്ക്കാം. അത് രാവിലെ ഒരു 5-6 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. ഇത് നമുക്കിനി അരച്ചെടുക്കാം. ഈ 1 ഗ്ലാസ്സിനാണ് 2 ഗ്ലാസ് അരി എടുത്തത്. അതേ ഗ്ലാസ്സിന് തന്നെ ഒരു 1.5 ഗ്ലാസ് ചിരകിയ തേങ്ങയും ഒരു 1/2 ഗ്ലാസ് ചോറും കൂടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് തേങ്ങാ വെള്ളം, പഞ്ചസാര 3 സ്പൂൺ പഞ്ചസാര രാവിലെ ഇട്ട് പുളിപ്പിച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. നന്നായി മുതിഞ്ഞ് വരണം, അങ്ങനെ അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു കയ്യിൽ വെച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ബബിൾസ് പോലെ വരുന്നുണ്ടാവും. ആ ഇളക്കി യോജിപ്പിക്കുന്നതിലാണ് നമ്മുടെ ഇതിൻ്റെ പാലപ്പത്തിൻ്റെ കൂട്ട് ശരിയാവുന്നത്. അപ്പോൾ നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഒരു വൈകുന്നേരം അരച്ച് വെച്ചാൽ രാത്രി മുഴുവനും കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മളിത് ചുടുന്നത്. അപ്പോൾ ഒരു ഏകദേശം 8 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് നമ്മൾ, അതായത് 8 മണിക്കൂർ കഴിഞ്ഞ് രാവിലെ ആയപ്പോൾ തുറന്ന് നോക്കിയതാണ്. ഇതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൽ ഈസ്റ്റോ വേറെ അങ്ങനെയുള്ള ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ സാധാരണ തേങ്ങ പൊട്ടിക്കുമ്പോൾ ഉള്ള തേങ്ങ വെള്ളത്തിൽ ഒരു 3 സ്പൂൺ പഞ്ചസാര ഇട്ട് വൈകുന്നേരം എടുത്താൽ മതി. ഇത് നമുക്ക് ഒന്ന് ചുട്ടെടുക്കാം. ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടി അല്ല ചുടുന്നത്, ഒരു ഇരുമ്പ് അപ്പച്ചട്ടിയിലാണ് ചുടുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുത്ത ശേഷം ചെറിയ കയ്യിൽ കൊണ്ട് 2 കയ്യിൽ നമുക്ക് മാവ് ഇതിലേക്ക് കോരി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 2-3 ബബിൾസ് ഇങ്ങനെ വരുന്ന സമയത്ത് ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു പാത്രം വെച്ച് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുത്ത് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴേക്കും ഇതുപോലെ വെന്ത് വന്നിട്ടാവും. അത് നമുക്ക് നല്ല സൂപ്പറായിട്ട് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ വെളിച്ചെണ്ണ വേണ്ട, നന്നായി ഇളകി കിട്ടും. ഇവിടെ നോൺ സ്റ്റിക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്കൊരു മുട്ടക്കറിയും കൂടി തയ്യാറാക്കാം. ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും മുറിച്ചിട്ടത് ചൂടായ വെളിച്ചെണ്ണയിലേക്കിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം 2 ഉള്ളി, സവാള സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചൊന്ന് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇത് നന്നായി വെന്ത് കിട്ടും. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കി ഇളക്കി അതിലേക്ക് ഒരു തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് യോജിപ്പിച്ച് കുറച്ച് സമയം കൂടി മൂടി വെച്ച് വേവിക്കാം. ഇങ്ങനെ വേവിക്കുന്ന സമയത്ത് ഒന്നുകൂടി എടുത്ത് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം വെള്ളവും ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഈ സമയം നമുക്കിതിന് അരപ്പ് തയ്യാറാക്കാം. കുറച്ച് തേങ്ങയും അതിൻ്റെ കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പും ചേർത്താണ് അരയ്ക്കുന്നത്. അണ്ടിപ്പരിപ്പ് ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷം എടുത്താൽ വേഗം തന്നെ അരഞ്ഞ് കിട്ടും. അങ്ങനെ അരച്ച് വെച്ച ഈ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചേർക്കുന്നത് കൊണ്ട് തന്നെ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. തേങ്ങ അരക്കുന്നതിനേക്കാൾ കൂടുതൽ കൊഴുപ്പ് കിട്ടും. അപ്പോൾ പുഴുങ്ങി വെച്ച മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
കറി ഒന്ന് നന്നായി തിളച്ചതിന് ശേഷം വീണ്ടും ഇളക്കി നോക്കിയതിന് ശേഷം റെഡിയായ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പിന്നെ കുറച്ച് ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഇത് വാങ്ങി വെക്കാം. ആദ്യം തന്നെ ഗരം മസാല ഇട്ടാൽ ഇതിൻ്റെ സ്മെല്ല് അത്ര നിൽക്കില്ല. അതുകൊണ്ടാണ് ഇത് വാങ്ങാനാകുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാല ഇട്ടും മല്ലിച്ചപ്പും കൂടി ഇട്ടതിന് ശേഷം ഇളക്കി വാങ്ങാവുന്നതാണ്. ഇനി നമുക്കിത് ഈ വെള്ളയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. ചാനൽ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.